Full range speaker ne kurichana innathe video. Appo endana ee full range speaker? Idu nammale veettilulla edenga device il ee full range speaker upayogikkundavum. Full range speaker engane kanda thirichariyum. Ini full range speaker namakku aavashyumundo. Appo anganella korchu chodyangalanu nammalde innathe video il. Appo ende kayil oru speaker undu. Idu 15 inch speaker aanu. Appo idoru full range speaker aano ennu ariyan onnu rendu margamullu. ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് കണ്ട് മനസ്സിലായിട്ട് ഇത് കണ്ട എക്സ്പീരിയൻസ് വേണം. അത് തിരിച്ചറിയുന്നത് ശരിയാണെന്ന് അറിയാൻ നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് അറിയണം. അതായത് ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ മൊത്തം ഓഡിയോ ഫ്രീക്വൻസിയും കൈകാര്യം ചെയ്യാൻ പറ്റിയ രൂപത്തിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതായത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ഒരുവിധം മാക്സിമം ഫ്രീക്വൻസി ആ ഒരു സ്പീക്കർ കൈകാര്യം ചെയ്യും. ലോ വരും, മിഡ് വരും, ഹൈ വരും. അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് അറിയാൻ നമ്മൾ ഇതിന്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഇപ്പോൾ ഒരു ഡാറ്റയില്ല. അപ്പോ അത് ഇങ്ങനെ ഡയറക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ നമ്മളുടെ ഇതിന്റെ ആംപ്ലിഫയറോ ഇതിന്റെ കൂടെ വന്ന ഇതിന്റെ ആംപ്ലിഫയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനായിട്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള ആംപ്ലിഫയർ ഉണ്ടാവും. അതിന്റെ മുകളിൽ അതിന്റെ റെസ്പോൺസ് ഉണ്ടാവും. അത് എത്ര സ്പീക്കറാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, ആ ആംപ്ലിഫയറിന്റെ മുകളിലാണ് ഈ സ്പീക്കറിന്റെ ഡെഫിനിഷൻ ഉണ്ടാവുക. അതായത് എത്ര സ്പെസിഫിക്കേഷൻ, എത്ര ഫ്രീക്വൻസി, എത്ര വാട്ട്സ് എന്നൊക്കെ അതിന്റെ മുകളിൽ ഉണ്ടാവും. എത്ര അതിന്റെ ഔട്ട്പുട്ട് എത്ര കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ കയ്യിലുള്ള ഓഡിയോ സിസ്റ്റത്തിൽ ഫുൾ റേഞ്ച് സ്പീക്കർ ആണോ വന്നിട്ടുള്ളതെന്ന് അറിയാൻ പിന്നെ ഒരു വഴിയുള്ളത് എന്ന് പറയുന്നത് നമ്മളുടെ അതിന്റെ കൂടെ സബ് വൂഫർ ഉണ്ടാവും. അതായത് നമ്മളുടെ സ്പീക്കർ യൂണിറ്റിൽ ഒരു സബ് വൂഫർ, ഒരു സാധാ ബേസ് ഡ്രൈവർ, ഒരു മിഡ് റേഞ്ച് സ്പീക്കർ, ഒരു ട്യൂട്ടർ, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിന് പകരമാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്ന് ഡിഫൈൻ ചെയ്ത ഓഡിയോസ് വരിക. അതായത് ഇനി നെറ്റ്വർക്ക് കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും വെച്ച് വളരെ ഡിഫൈൻ ചെയ്ത് വരും. അതായത് അതിന്റെ വ്യത്യസ്തമായ ഫ്രീക്വൻസികൾ ഓരോ ഡ്രൈവറിലേക്കും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിലൂടെ ലോ വരും, അതായത് ഒരു 100ന്റെ താഴെയുള്ളത് സബ് വൂഫർ വരും, 100ന്റെ മേലുള്ളത് സാധാരണ മറ്റേ വൂഫർ കൂടെ വരും, പിന്നെയും മിഡ് ഫ്രീക്വൻസി ഉള്ളത് മിഡിൽ കൂടെ വരും, ഹൈ ഫ്രീക്വൻസി ഉള്ളത് ട്യൂട്ടർ കൂടെ വരും. ഇതെല്ലാം ഇത് ഒറ്റ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? നമ്മളുടെ ഓഡിയോ നമ്മൾ പാട്ട് കേൾക്കുന്നത് ഫുൾ റേഞ്ച് സ്പീക്കർ കൂടെയാണോ, ഇല്ല 3-way സ്പീക്കർ കൂടെയാണോ, അതൊക്കെ അറിയേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. ഒരു സാധാരണ ഒരാൾക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ഓഡിയോ ക്രേസ് ഉള്ള ഒരാൾക്ക്, എനിക്ക് ഓഡിയോ ക്രേസ് ഉള്ള ഒരാളാണ്, അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ളത് ഞാൻ ഇന്ന് ഫുൾ റേഞ്ച് സ്പീക്കർ വെച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ചു നേരം പാട്ട് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് സബ് വൂഫർ വെച്ച് കേൾക്കാൻ തോന്നും. അതായത് 3-way കേൾക്കാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് 5.1 കേൾക്കാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇയർഫോൺ വെച്ച് കേൾക്കാൻ തോന്നും. അങ്ങനെ ഓരോ സമയത്ത് ആ ഓഡിയോ ക്രേസ് എന്ന് പറയുന്ന ഓഡിയോ ക്രേസിയായ അവസ്ഥയാണ്. അപ്പൊ അത് മാറിക്കൊണ്ടേയിരിക്കും നമ്മളെ മൂഡ്. അത് അറിയുന്നവർക്ക് അത് മനസ്സിലാവും. പിന്നെ ഒരു വിഭാഗത്തിന് ഇത് മനസ്സിലാവേണ്ട ആവശ്യം, ഇത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക്. അതായത് ഇപ്പോ ഞാൻ ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു പ്രൊഫഷണൽ ആണെങ്കിൽ എനിക്കൊരാൾ പറയുമ്പോൾ ഇങ്ങനെ അയാൾക്ക് സൗണ്ട് കിട്ടണം എന്ന് പറയുമ്പോൾ ഞാൻ തീരുമാനിക്കും അതിൽ എനിക്ക് അറിയുള്ളൂ അത് ഫുൾ റേഞ്ച് വേണോ അല്ലെങ്കിൽ 3-way വേണോ വേറെ ഏതെങ്കിലും വേണോ എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കും ഇത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഒരു നോർമൽ ഒരു വീട്ടിൽ നമ്മൾ ഒരു പാട്ട് കേൾക്കുന്ന ആളോ ഒരു സിനിമ കാണുന്ന ആളോ ഒരു TV-യിൽ പരിപാടി കാണുന്ന ആൾക്കോ ഒരു റേഞ്ചിന്റെയും കാര്യം അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് സൗണ്ട് കേട്ടാൽ മതി, കാര്യങ്ങൾ മനസ്സിലായാൽ മതി. ഇപ്പോ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറിന് നല്ല ബേസ് കിട്ടണമെങ്കിൽ, അതായത് അത്യാവശ്യം ലോ കിട്ടണമെങ്കിൽ നമുക്ക് അത് അത്യാവശ്യം ഒരു 15 ഇഞ്ച് അല്ലെങ്കിൽ അതിലും മേലെ വേണം. എന്നാലേ നമുക്ക് അത്യാവശ്യം ഒരു ലോ നന്നാക്കി കിട്ടുള്ളൂ. അല്ലാത്ത ഇപ്പൊ ഇത് അത്രയും 15 ഇഞ്ച് ഉണ്ടെങ്കിലും ഇത് ഫുൾ റേഞ്ച് സ്പീക്കർ അല്ല. അതെങ്ങനെയാ മനസ്സിലായി വെച്ചാൽ ഒന്നിന് കോൺ വ്യത്യാസമുണ്ട്, ഒന്നിന്റെ ഡസ്റ്റ് ക്യാപ്പ് വ്യത്യാസമുണ്ട്, കോണിന്റെയും ഡസ്റ്റ് ക്യാപ്പിന്റെ ഒക്കെ മാറ്റമുണ്ട്. ഇതിന്റെ പേപ്പർ വളരെ കട്ടി കൂടിയതാണ്. ഇത്ര കട്ടി ഒരു ഫുൾ റേഞ്ച് സ്പീക്കറിന് കണ്ടില്ല. പിന്നെ കുറച്ച് വൈഡ് പേപ്പർ ആയിരിക്കും. പിന്നെ ഒന്ന് ഇതിന്റെ മുകളിൽ ഇതിന്റെ ആംപ്ലിഫയറിൽ എഴുതിയുള്ള ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് വ്യത്യാസമുണ്ട്. അതായത് ഫുൾ റേഞ്ചിന് വേണ്ട ഫ്രീക്വൻസി ഉള്ള ആംപ്ലിഫയർ അല്ല അതിനകത്തുള്ളത്. അപ്പോ അതെന്തായാലും അല്ല. ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക 20 to 20 kHz എന്നാണ് ഉണ്ടാവുക. അപ്പൊ ഇതല്ലാത്തതുകൊണ്ട് ഇത് ഫുൾ റേഞ്ച് സ്പീക്കർ അല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കർ ഫുൾ റേഞ്ച് സ്പീക്കർ ആണോ അല്ലേ എന്നറിയാൻ ഇങ്ങനെയുള്ള ഈ ഫ്രീക്വൻസി റേഞ്ച് ഇത്ര വരുന്നതാണ്, അതായത് കറക്റ്റ് ആണ് നമുക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ അതിന്റെ കമ്പനി വെബ്സൈറ്റിലോ മറ്റോ അടിച്ചു നോക്കിയിട്ട് ഇത് പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് അറിയേണ്ടി വരും. ഇപ്പൊ സോണിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. സോണി എന്ന് പറയുന്നത് തന്നെ സോണി അല്ലല്ലോ അത്. അതേപോലെ പാനസോണിക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, പയനിയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, പോയിനിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ കോപ്പിക്ക് അതിൻ്റെതായ കമ്പനി വെബ്സൈറ്റുകൾ വരെ ഉണ്ട്. അപ്പൊ അതൊന്നും എല്ലാം വിശ്വസിക്കാനില്ല. നമുക്ക് ക്ലിയർ ഓതറൈസ്ഡ് വെബ്സൈറ്റിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ റിയൽ സ്പെസിഫിക്കേഷൻ അറിയുള്ളൂ. അപ്പൊ ഫുൾ റേഞ്ച് സ്പീക്കറിനെ പറ്റി തൽക്കാലം ഇന്ന് ഇത്ര പറയാനുള്ളൂ. എനിക്ക് ഇവിടെ ഫുൾ റേഞ്ച് സ്പീക്കറിനൊക്കെ വർക്ക് വരുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.